ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോള് കണ്ണു തുറന്നു. ഇവളുടെ കയ്യും അനങ്ങി. പ്രിയങ്ക, നോക്ക് ഡോക്ടറെ വിളിക്ക്. പ്രിയങ്ക, പ്രിയങ്ക, പ്രിയങ്കയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയങ്ക, ക്യാൻ യു ഹിയർ മീ? ഞാൻ പോയത് ഇതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി. നോക്ക്, എങ്ങനെയുണ്ട്? ഇതൊക്കെ എന്താ? ഇതൊക്കെ കണ്ട എന്താന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊന്നും തനിക്ക് ആയിട്ടില്ല അല്ലേ? ഇത് ഡ്രസ്, അത് ആഭരണങ്ങൾ. ഇതെന്തിനാ ഇപ്പോ? ഇത് വാങ്ങിക്കാനാണോ പുറത്തു പോയത്? അതെ, അത് എന്റെ ഒരു വാശിയ. തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഏട്ടത്തിൽ തട്ടിപ്പറിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ അതിന് പകരം തനിക്കൊരു ഗിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതെ, കട പൂട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് സമാധാനമായി. ഇത്രയ്ക്ക് വാശി വേണമായിരുന്നോ? അങ്ങനത്തെ ചില വാശികളെ മോളെ മനുഷ്യനെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അതെനിക്കറിയില്ല. പക്ഷേ ഈ ഡ്രസ്സിനും ആഭരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് വലിയൊരു ഗിഫ്റ്റ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെന്ത്? ഈ നിൽക്കുന്ന ആള് തന്നെ. ഇതിനപ്പുറത്തേക്ക് എന്താ മിസ്റ്റർ എനിക്ക് വേണ്ടത്? സ്നേഹം കൊണ്ട് പൊതിയാനും സംരക്ഷണം കൊണ്ട് കാക്കാനും നല്ല വാക്ക് പറഞ്ഞു തരാനും ഇതിനേക്കാളും നല്ല കൂട്ട് വേറെ ആർക്കും കിട്ടിക്കാണില്ല. മതി 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 മതി. കൂടുതൽ പോഴ്ത്തിയാലേ ചിലപ്പോ ഞാൻ അഹങ്കരിച്ചു പോകും. അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ സത്യം. ദൈവം എനിക്കായിട്ട് തന്നതാ, എനിക്കായിട്ട് പിറവിയെടുത്തതാ. താങ്ക് യു. ഞാനും താനും പറയുന്നതിന് മുമ്പ് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, അവള് നിനക്ക് വേണ്ടിയും നീ അവൾക്ക് വേണ്ടി വന്നു. ഈ മൂത്തവരുടെ ചൊല്ല് പാഴായി പോയില്ല. ഈ ലോകം തന്നെ കീഴടക്കണമെന്ന് പറഞ്ഞ് ഓടിച്ചാടി നടന്നിരുന്ന എന്റെ മോള് നിന്റെ കിടപ്പ് കണ്ടിട്ട് ഒത്തച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോടി.
പ്രിയങ്ക മോളെ, 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 നീ ഒന്ന് അനങ്ങിയല്ലോ. മുത്തശ്ശിയുടെ മോളൊന്ന് കണ്ണു തുറക്ക്. മോളെ, കണ്ണു തുറന്ന് എഴുന്നേക്ക് മോളെ. ദേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ ഇനിയെങ്കിലും നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത രാധികയെ ഇല്ലാതാക്കണം മോളെ. ദേ, അവള് നിന്റെ വരുണിനെ സ്വന്തമാക്കി. കണിമംഗലത്തെ മരുമകൾ എന്ന സ്ഥാനം അവള് സ്വന്തമാക്കി. കണ്ണു തുറന്നേ മോളെ. ദേ, എടി, നിന്നെ ഈ അവസ്ഥയിലാക്കിയത് രാധികയെ മോളെ. മുത്തശ്ശിക്ക് അത് നന്നായിട്ടറിയാം. ദേ, അവള് നിന്റെ ജീവിതം തട്ടിയെടുക്കാൻ വേണ്ടി നിന്നെ ഇല്ലാതാക്കിയതാ. മുത്തശ്ശി അത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല മോളെ. മോള് മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായാ മതി. രാധികയുടെ കഥ മുത്തശ്ശി കഴിക്കും. പ്രിയങ്ക മോളെ, മുത്തശ്ശി പറയുന്നത് മോള് കേക്ക്. എന്റെ മോള്, മോളെ, 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 ഒന്ന് സംസാരിക്കും മോളെ. മോളെ, മോളെ, കണ്ണു തുറക്ക്. അയ്യോ മോളെ, കണ്ണു തുറക്ക്. മോളെ, മോളെ, ആ സ്ത്രീ സത്യത്തിൽ പേഷ്യന്റിന് ഒരു ശല്യമാണ്. എന്തിനാ പേഷ്യന്റിനെ കാണാൻ വീണ്ടും വീണ്ടും അവരെ പെർമിറ്റ് ചെയ്യുന്നത്? എനിക്കറിയാം, അവരൊരു ബഹളക്കാരിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ഏതെങ്കിലും വിധത്തിൽ ആ കുട്ടി കണ്ണു തുറക്കുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഡോക്ടറെ, ഡോക്ടറെ, വാ നോക്കാം. ഒന്ന് പെട്ടെന്ന് വാ മോളെ. സംസാരിക്കും എന്ത് മോളെ. പറ്റി? ആ ഡോക്ടറെ, കണ്ടില്ലേ, എന്റെ മോള് കണ്ണു തുറന്നു. ഇവളുടെ കയ്യും അനങ്ങി. പ്രിയങ്ക, നോക്ക് ഡോക്ടറെ, വിളിക്ക്. പ്രിയങ്ക, പ്രിയങ്ക, പ്രിയങ്കയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയങ്ക, ക്യാൻ യു ഹിയർ മീ? മോളെ, എന്തെങ്കിലും ഒന്ന് പറ മോളെ. മോളെ, എന്തെങ്കിലും ഒന്ന് പറ.